ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് അനറ്റമീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ഓണം പരീക്ഷയുടെ കനത്ത പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം എന്നായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ. താഴെ പറയുന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? there are organism on the earth with only one cell. അതായത് ഒരു കോശം മാത്രമുള്ള ജീവികളും നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? യെസ്, നമുക്ക് യോജിക്കാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഈ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കുറെ ആൾക്കാരെ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അമീബയുണ്ട്, ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ യുഗ്ലീനിയ ഉണ്ട്. ഇവയ്ക്കൊക്കെ എന്താണ്, ഒരു സെല്ല് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കോശം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു കോശം മാത്രമുള്ള ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ അവയ്ക്ക് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക: അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം സെല്ലുകളുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഹ്യൂമൻസ്, നമുക്കിടയിൽ തന്നെ എന്താണ്, നമ്മുടെ ബോഡിയിൽ തന്നെ ഒന്നിലധികം കോശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇല്ലേ. നാഡീകോശം കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മസിൽ സെൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പിന്നെ ചീക്കിലെ സെല്ല് അതായത് കവിളിലെ കോശം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം കോശങ്ങളുള്ള ആൾക്കാരെ നമ്മളൊരു പേര് വിളിക്കും. അവയെ വിളിക്കുന്ന പേരാണ് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കുറച്ച് എക്സാമ്പിൾസും ഈ രണ്ട് കാറ്റഗറിയിലേക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കണം കേട്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറേ കോശങ്ങളുടെ കുറേ സെൽസിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇതാ ബോക്സിൽ നിങ്ങൾക്ക് അവയുടെ ഒക്കെ പേരുകളും കാണുന്നുണ്ട്. ഈ പേരുകൾ നോക്കിയിട്ട് അനുയോജ്യമായത് ഏതാണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഏതാണ്? ആ ചിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് എന്താണ് മക്കളെ? മസിൽ സെല്ലാണ് അല്ലെ. മസിൽ സെല്ലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? യെസ്, പേശി കോശം എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. ബി എന്ന് പറയുന്നത് ഇത് ഏത് സെല്ലാണ്? യെസ്, ഇതാണ് നമ്മുടെ ആനിമൽ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജന്തുകോശം. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ പറയുന്ന ജന്തുകോശവും അതുപോലെ തന്നെ സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങളും സിമിലാരിറ്റീസും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി അടുത്തത് ഏതാണ്? ഇതാണ് മക്കളെ നാഡീകോശം എന്ന് പറയുന്നത്. യെസ്, നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ന്യൂറോൺസ് എന്ന് പറയുന്നു. ഇനി അടുത്ത ചിത്രം നിങ്ങൾക്ക് എന്താണ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അടുത്ത ചിത്രമാണ് മക്കളെ നമ്മുടെ വെളുത്ത രക്തകോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ വെളുത്ത രക്തകോശം. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഇ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഇതാണ് നമ്മുടെ ചീക്ക് സെൽ എന്ന് പറയുന്നത്, നമ്മുടെ കവിളിലെ കോശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ. ഇനി ഏറ്റവും ലാസ്റ്റ് എന്താണ് മക്കളെ? എഫ് ആണ്. ആ പറയുന്ന സെൽ ഏതാണ്? ഇതാണ് പ്ലാന്റ് സെല്ല്. ഓക്കെ, അറിയാലോ, ഇതാണ് പ്ലാന്റ് സെല്ല്. അപ്പൊ ഈ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പ്ലാന്റ് സെല്ലിൽ ഇതാ ഇതുപോലെ വലിയൊരു ഭാഗം, ഒരു എന്താ പറയുന്ന ഒരു ക്യാവിറ്റി പോലെ, ഒരു എയർ ബബിൾ പോലെ വലിയൊരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് പ്ലാന്റ് സെല്ലിലുള്ള ഭാഗമാണ്. പക്ഷെ ആനിമൽ സെല്ലിൽ എന്താണ്? വളരെ ചെറിയ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ ഒരു പേരുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫേനത്തിന്റെ ആ ഒരു വലിപ്പം നോക്കിയിട്ട് തന്നെ എന്താണ്, നമുക്ക് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കോശങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അവയുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? Yes, observe the table. Is there any organism that cannot be included in the list? Which are they? ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തവ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാം? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ട്. ബോക്സിന്റെ ഹെഡ്ലൈൻ എന്താണ്? ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ്. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്: അമീബ, ബാക്ടീരിയ, ഉറുമ്പ്, പേൻ,
പാരമീസിയം, യുഗ്ലീന. ഓക്കെ, ഈ പറയുന്ന അമീബ ഒരു ഏകകോശ ജീവിയാണ്, അതായത് യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്, നോ ഡൗട്ട് അല്ലേ. അതുപോലെ ബാക്ടീരിയ ഉണ്ട്, അതുപോലെ പാരമീസിയം, യുഗ്ലീന, ഇതൊക്കെ യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. പക്ഷെ ഇവിടെ നമുക്ക് വേറെ രണ്ട് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ആരൊക്കെയാണ്? ഉറുമ്പും അതുപോലെ തന്നെ പേന്. അപ്പൊ ഇവ എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ഓർഗാനിസം അല്ല, ഇവ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ്, അതായത് ബഹുകോശ ജീവികളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഉറുമ്പും അതുപോലെ തന്നെ പേനും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 മെയിൻ ആയിട്ടുള്ള ഏകകോശ ജീവികളുടെ ചിത്രം നമുക്ക് വരയ്ക്കാൻ പഠിക്കാം. അതുപോലെ തന്നെ എന്താണ്, അവരുടെ പേരുകൾ നമുക്ക് പരിചിതമാണ്. ഏതൊക്കെയാണ്? അമീബയുണ്ട്, പാരമീസിയം ഉണ്ട്, യുഗ്ലീനയുണ്ട്. അപ്പൊ ഇവയുടെ പേരുകളും അതുപോലെ തന്നെ ഇവ വരയ്ക്കുന്ന രീതി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്ട്, വെളുത്ത രക്തകോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തണം. ഓക്കെ, ഒന്ന് വൺ ബൈ ആയിട്ട് അടയാളപ്പെടുത്താം. യെസ്, ഏറ്റവും സെന്ററിൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കോശത്തിന്റെ കേന്ദ്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം. യെസ്, നമ്മുടെ കോശത്തിന്റെ ആവരണമാണല്ലേ, അതിന്റെ ആ ഒരു കവറിംഗ് ആണല്ലേ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ എന്താണ്? കോശസ്തരം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി വേറെ ഒരു ഭാഗം കൂടി നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇതെന്താണ്? യെസ്, നമ്മുടെ ആ പറയുന്ന സെല്ലിന്റെ ഉള്ളിലുള്ള ആ ഒരു മെട്രിക്സ് ഫോമിലുള്ള ഭാഗം അല്ലെ, അതായത് ഒരു ദ്രവ പദാർത്ഥം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, നമ്മൾ സൈറ്റോപ്ലാസം എന്ന് നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? കോശദ്രവ്യം എന്ന് നമ്മൾ പറയുന്നു. അപ്പം സെല്ലിന്റെ വിവിധ ഭാഗങ്ങൾ മക്കൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കാട്ടോ. അത് അടയാളപ്പെടുത്താനും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രം തന്നിട്ടുണ്ട്. പിക്ചർ 1 ഉണ്ട്, അതുപോലെ തന്നെ പിക്ചർ 2 ഉണ്ട്. നെയിം ദ എബോവ് ഫിഗർ, ഐഡന്റിഫൈ ദ സെൽ ആൻഡ് റൈറ്റ് എനി സ്ട്രക്ചറൽ ഡിഫറൻസസ്. ഓക്കെ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ എബോവ് ഫിഗർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പേര് കൊടുക്കണം. എങ്ങനെ നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടി പറ്റും? അതായത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഏതൊക്കെ സെല്ലുകളാണ് ഇവയുള്ളത്? യെസ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് പിക്ചർ 1 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് മക്കളെ നമ്മുടെ പ്ലാന്റ് സെല്ല് അല്ലെങ്കിൽ നമ്മുടെ സസ്യകോശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിക്ചർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ആനിമൽ സെല്ല് അല്ലെങ്കിൽ ജന്തുകോശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് റൈറ്റ് എനി സ്ട്രക്ചറൽ ഡിഫറൻസസ്. ഓക്കെ, സ്ട്രക്ചറൽ ഡിഫറൻസസും കൂടി നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ എ ബി എന്ന് പറയുന്നത് ഏതാണെന്നും കൂടി നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അത് ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. യെസ്, എ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് നീട്ടി വരച്ചാൽ അറിയാം, നമ്മുടെ കോശത്തിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത് മക്കളെ? യെസ്, നമ്മുടെ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് എങ്ങോട്ടാണ് നീട്ടി വരച്ചിരിക്കുന്നത്? യെസ്, 2 കോശത്തിന്റെയും ആ ഒരു സെന്ററിലേക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. അപ്പം ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിന് നമ്മൾ പേര് കൊടുത്തു, അതിന്റെ സെല്ലിനെ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ എയും ബിയും എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രക്ചറൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലേ, കാരണം ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. യെസ്, രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് മർമ്മം അതായത് ന്യൂക്ലിയസ്, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ഫേനം അല്ലെങ്കിൽ വാക്യൂൾ അല്ലെങ്കിൽ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോളും നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറൊരു ഡിഫറൻസ് കൂടിയുണ്ട്, അത് നമ്മുടെ വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിന്റെ സൈസിന്റെ വ്യത്യാസമാണ്. പ്ലാന്റ് സെല്ലിൽ അതിന്റെ സൈസ് വളരെ വലുതാണ്, ആനിമൽ സെല്ലിൽ അതിന്റെ സൈസ് വളരെ കുറവാണ്. നോക്കിയാൽ തന്നെ അറിയാം. യെസ്, കണ്ടോ, നമ്മുടെ ഫേനത്തിന്റെ സൈസ് പ്ലാന്റ് സെല്ലിൽ വലുതാണ്, പക്ഷേ ആനിമൽ സെല്ലിൽ എന്താണ്? ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും മറന്നു പോവരുത്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മിസ് ചെയ്താണ്ടേ നമ്മുടെ സ്വന്തം വജ്ര ബാച്ചിന്റെ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സൈഡിൽ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എന്താണ് നിങ്ങളുടെ പഠനം, അതായത് ഓണപരീക്ഷ ആയിക്കൊള്ളട്ടെ, ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ, ആനുവൽ എക്സാം ആയിക്കൊള്ളട്ടെ, എല്ലാം നമുക്ക് ഫുൾ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതിന്റെ സീറ്റുകളൊക്കെ ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ അത്
ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇതാ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇനി സൈലത്തിനോട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.